പരിശുദ്ധാത്മാവേ 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 എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ 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 എന്നിൽ നിറയണമേ. പാപത്തിന്റെ മോഹത്തിൽ നിന്നെന്നെ അകറ്റണമേ. അനുതാപത്തിൻ അരൂപിയാൽ എന്നെ നിറയ്ക്കണമേ. പാപത്തിന്റെ മോഹത്തിൽ നിന്നെന്നെ അകറ്റണമേ. അനുതാപത്തിൻ അരൂപിയാൽ എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ 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 എന്നിൽ നിറയണമേ. ആരെങ്കിലും ക്രിസ്ത്യാനിയാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ബിഷപ്പ് അച്ഛനൊന്നുമല്ല, വെറും ക്രിസ്ത്യാനിയാകണമെന്ന് ആഗ്രഹമെങ്കിൽ പരിത്യജിക്കണം, കുരിശെടുക്കണം. അപ്പൊ നമുക്കൊക്കെ സത്യത്തിൽ കുരിശുണ്ട് അല്ലേ? ഇപ്പൊ എനിക്ക് ഈ ഒരു കുരിശുണ്ട്. ഇത് ആരുടെ കുരിശാന്നറിയോ? യേശുവിൻ്റെ കുരിശ്. അവനവൻ്റെ കുരിശെടുക്കണം. യേശുവിന് എങ്ങനെയാ കുരിശുണ്ടായത്? യേശുവിന് എങ്ങനെയാ കുരിശുണ്ടായത്? എവിടുന്നുണ്ട്? പ്രിയമുള്ള, യേശുവിൻ്റെ കുരിശെന്ന് പറഞ്ഞാൽ യേശു മനുഷ്യനായി ജനിച്ചു. ആദ്യം അവനൊരു കുരിശ് വരുന്നത് എവിടുന്നാണെന്നറിയോ? കുരിശ് രൂപം കൊള്ളുന്നത്, പ്രിയമുള്ളവരെ, 3 രാജാക്കന്മാർ നക്ഷത്രം കണ്ട് യാത്ര ചെയ്ത് അവർക്ക് വഴിതെറ്റിപ്പോയി ചെന്ന എവിടെയാണെന്നറിയോ? രാജകൊട്ടാരത്തിൽ, ഹെരോദാവിൻ്റെ കൊട്ടാരത്തിൽ. ഹെരോദാവിനോട് എന്ന് പറഞ്ഞു, രാജാവ് ജനിക്കാൻ പോവാണ്. ഹെരോദാവ് പേടിച്ചു പോയി. ദൈവമേ, ഒരു രാജാവ് പോയാൽ എൻ്റെ കസേര പോകും, ഇത് വിഷയമാകും. അതുകൊണ്ട് ആ രാജാവ് ഉണ്ടാകാതിരിക്കേണ്ടത് എൻ്റെ ഒരു ആവശ്യകതയാണ്. തെറ്റിദ്ധരിക്കപ്പെട്ട ഹെരോദാവ് മൂലം, പ്രിയമുള്ളവരെ, സ്വന്തം ജനിച്ച നാട്ടിൽ നിൽക്കാൻ പറ്റാതെ പോയി ക്രിസ്തുവിന്. കുരിശ് രൂപപ്പെടുന്ന കണ്ടോ? മനസ്സിലാക്കപ്പെട്ടില്ല, മനസ്സിലാക്കപ്പെടാതെ പോയി. ചിലർക്ക് പേടിയായി, ചിലർ ഭയപ്പെട്ടു, ചിലർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അങ്ങനെ മനസ്സിലാക്കപ്പെടാതെ പോവുക, ഉൾക്കൊള്ളാതെ പോവുക, ഇതെല്ലാം കൂടെ ചേർന്ന് അവസാനം ക്രിസ്തുവിന് എന്തായി തീർന്നു? തോളേൽ കുരിശായി മാറി. അവർ പറഞ്ഞ് ദൈവാന്നാ പറയുന്നത്, ദൈവാന്ന് മനസ്സിലായില്ല. ദേവാലയം പൊളിക്കുമെന്നാ പറഞ്ഞത്, ഇതിനെക്കുറിച്ചല്ല പറഞ്ഞെന്ന് മനസ്സിലായില്ല. മനസ്സിലാക്കപ്പെടാതെ പോയതാണ് അവസാനം വെറുപ്പായി, വിദ്വേഷമായി, വൈരാഗ്യമായി, സ്വാർത്ഥതയായി, അനീതിയായി, അധാർമികതയായി ഒന്നിച്ചുകൂടി അവൻ്റെ തോളേൽ കുരിശായി മാറിയത്. അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ എന്തായിരിക്കും കുരിശായിട്ട് മാറുന്നത്? നമ്മൾ കെട്ടിച്ചു വിട്ട വീട്ടിൽ പരിത്രാണ ധ്യാന കേന്ദ്രത്തിലെ 15 വർഷമായിട്ട് കൺവെൻഷൻ കൂടുന്ന പെണ്ണാണെന്ന് അമ്മായിയമ്മ മനസ്സിലാക്കാതെ പോയത്. നമുക്ക് വരദാനങ്ങളും കൃപകളും ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായില്ല. എല്ലാ ദിവസവും കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനും അമ്മായിയമ്മയ്ക്കും വേണ്ടി 10-25 വർഷം നൊവേന നടത്തിയിട്ടാണ് നമ്മൾ ആ കെട്ടിച്ച വീട്ടിലോട്ട് കയറി ചെന്നുള്ള കാര്യം അമ്മായിയമ്മയ്ക്ക് മനസ്സിലായില്ല. ഭർത്താവ് കൊന്തയും പിടിച്ചുകൊണ്ട് നമ്മളിരിക്കുന്നു, പക്ഷേ സ്വഭാവം എന്താണ്? നമ്മുടേത് അങ്ങോട്ട് പിടിക്കുന്നില്ല. അപ്പോൾ പുള്ളി എടുത്തിട്ടിരിക്കും, അല്ലെങ്കിൽ വായി വരുന്ന ചീത്തയെല്ലാം പിടിച്ചു പറയും. എന്താണ്? മനസ്സിലാക്കപ്പെടാതെ പോയത്. അങ്ങനെ മനസ്സിലാക്കപ്പെടാതെ പോയത് വഴി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അതോടൊപ്പം നമ്മുടെ ഒത്തിരി സ്വപ്നങ്ങളുണ്ടായിരുന്നു. എന്താണ് സ്വപ്നം? ദൈവമേ, ഭർത്താവും ഭാര്യയും കൂടെ ഒന്നിച്ച് ആ പരിത്രാണ ധ്യാന കേന്ദ്രത്തിൽ എല്ലാ വർഷത്തെയും കൺവെൻഷൻ കൂടണം, എല്ലാ ദിവസവും രാവിലെ കുർബാനയ്ക്ക് പോകണം എന്നൊക്കെ വിചാരിച്ചാൽ ചെന്നത്. അവിടെ ചെന്നപ്പോൾ പുള്ളിക്കാരൻ എന്ത് ചെയ്യണം? പോത്ത് പോലെ കിടന്നുറങ്ങുക. എന്നാൽ ഒറ്റയ്ക്ക് പോയേക്കാമെന്ന് ഓർത്ത് പോകാനങ്ങോട്ട് ഇറങ്ങിയപ്പോഴാണ് പുള്ളിക്കാരൻ ഉണർന്നിച്ച് പറഞ്ഞു, കാപ്പി എടുത്തുകൊണ്ട് പാടി. കാപ്പി എടുക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേനും കുർബാനയുടെ സമയം കഴിഞ്ഞ്. നമ്മൾ പോയില്ല. നമ്മളോർത്ത് ഇതെന്ത് പിശാചായത്. അതോടുകൂടി അടുത്ത പ്രാവശ്യം ഫോണിൽ വിളിച്ച് ധ്യാനഗുരു അച്ഛനോട് പറയും, അച്ഛാ, എൻ്റെ ഭർത്താവിൻ്റെ തലയിൽ ഏതോ ഒരു പിശാചിരിപ്പുണ്ട്, ഒന്ന് ഇറക്കി വിടണം. ഈ പിശാച് അങ്ങനെ ഇറങ്ങുന്ന പിശാചല്ല, കുരിശുകൊണ്ട് മാത്രമേ ഇറങ്ങത്തുള്ളൂ. എന്താണ്? എൻ്റെ സ്വപ്നങ്ങളുടെയും പ്രതീക്ഷകളുടെയും മേൽ കുറുകെ വരവന്ന് വീഴാൻ തുടങ്ങും. നമുക്കിഷ്ടമല്ലത്. എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ ഇഷ്ടം, അതാ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ പക്ഷം. എൻ്റെ ഇഷ്ടം,
എൻ്റെ ആഗ്രഹം, എൻ്റെ സ്വപ്നം, ഇതിൻ്റെ മേൽ കുറുകെ വരവന്ന് വീഴും. അതിന് പറയുന്ന പേരെന്താ? കുരിശ്. ഇങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങളുടെ മേൽ കുറുകെ വരവന്ന് വീഴുമ്പോൾ നമുക്ക് ആർക്കും ഇഷ്ടമല്ല. കർത്താവ് പറഞ്ഞ് അത് തോളയിലേക്ക് എടുത്തു വെച്ച. ഇപ്പം ഞാനിപ്പോൾ ബിഷപ്പായിരിക്കുന്ന സ്ഥലത്ത് ഒരച്ഛന് ഒരു കൽപ്പന എഴുതി ട്രാൻസ്ഫർ അങ്ങോട്ട് കൊടുക്കുകയാണ്. അച്ഛനത് മേടിച്ച് വായിച്ച് നോക്കിയിട്ട് ഇത് നമുക്കിട്ട് നല്ല പണിയായിപ്പോയല്ലോ. ചെങ്ങട്ടൊന്നും ഇഷ്ടപ്പെടത്തില്ല, ഒന്നും പറയുകയില്ല, അനുസരിച്ചേക്കാം, കാരണം വേറെ മാർഗ്ഗമില്ലല്ലോ. അപ്പോൾ ചിലർക്ക് അങ്ങനെ വിഷമിക്കാറുണ്ട്. സത്യത്തിൽ ദൈവമായിരിക്കും അവൾ അയച്ചിരിക്കുന്നത്, ദൈവത്തിൻ്റെ പദ്ധതി ആയിരിക്കും അയക്കുന്നത്. വിഷമിച്ചാൽ സന്തോഷത്തോടെ പറയും എങ്ങോട്ട് അയച്ചാലും പൊക്കോളാം. സത്യത്തിൽ അങ്ങനെ പോകുന്നവരൊക്കെ അവിടെ അങ്ങോട്ട് അനുഗ്രഹിക്കപ്പെടും. വളരെ വിഷമിച്ചാൽ പോകുന്നു, പക്ഷെ അനുഗ്രഹിക്കപ്പെടും. ചിലർ വളരെ ഇപ്പം നമ്മുടെ സ്വപ്നവും ആഗ്രഹവും ചിലപ്പം വേറെ വല്ലതൊക്കെ ആയിരിക്കും. പക്ഷെ അതിൻ്റെ മേൽ ചിലപ്പോൾ കുറുകെ വന്ന് വീഴുന്ന അധികാരികളിൽ നിന്നായിരിക്കാം, ജീവിത പങ്കാളിയിൽ നിന്നായിരിക്കാം, മാതാപിതാക്കന്മാരിൽ നിന്നായിരിക്കാം കുറുകെ വരവന്ന് വീഴുന്നത്. ആ കുരിശ് എന്ത് ചെയ്യണം? നമ്മൾ അടുത്ത ധ്യാനം കൂടുക. ഈ കുരിശൊന്ന് മാറിക്കിട്ടാൻ വേണ്ടി ധ്യാനം, കുരിശ് ബഹിഷ്കരണ ധ്യാനം, കുരിശ് മാറാൻ വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന എഴുതി കൊടുക്കുക പൈശാചിക പ്രവൃത്തിയാണ്. നമ്മളെന്ത് ചെയ്യണം? ഈ കുരിശ് തോളെ വഹിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ അനുഗ്രഹങ്ങളും ഒളിഞ്ഞിരിക്കുന്നത് പ്രിയമുള്ളവർ ഈ കുരിശിലാണ്, ഈ സഹനത്തിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. ഈ സഹനത്തിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. ഒരിക്കലും ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് പ്രിയമുള്ളവനെ നേരെ പുതിയ വീട്ടിലോട്ടും കൂടി ചെന്ന് ഭാര്യയും ഭർത്താവും നേരത്തെ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടാണ് നമുക്ക് മൂന്നാറിൽ പോയി അതിലെ വേളാങ്കണ്ണി മാതാവിൻ്റെ അടുക്കൽ ചെന്ന് അവിടെ വെച്ച് നമുക്ക് കൈ കോർത്ത് പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മുടെ ജീവിതം ആരംഭിക്കാൻ. അങ്ങനെ അവർ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം പോകാൻ വേണ്ടി വണ്ടി വരെ റെഡിയാക്കിയതാണ്. ഇപ്പം എന്നാ സംഭവിച്ചെന്നറിയാമോ പ്രിയമുള്ളവരെ? അങ്ങോട്ട് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് അമ്മ അകത്തുനിന്ന് വിളിച്ച് പറഞ്ഞു, മോനെ ഇവിടം വരെ ഒന്ന് വന്നേടാ. ഇവിടെ BSc നേഴ്സിംഗ് കഴിഞ്ഞിട്ട് കുവൈറ്റിന് പോകേണ്ടി പെണ്ണാ. ഓടിച്ചെന്ന് പ്രിയമുള്ള അപ്പൻ തലകറങ്ങി കിടക്കുന്നു. നേഴ്സായതുകൊണ്ട് ഇവിടെ ഓടിച്ചെന്നിട്ട് പെട്ടെന്ന് എന്ത് ചെയ്തു? പ്രശ്നങ്ങളും എല്ലാം നോക്കിക്കഴിഞ്ഞു. അവൾ പറഞ്ഞു ഇത് തലയ്ക്ക് പ്രശ്നം ഉണ്ടായത്, നമ്മുടെ ഞരമ്പിന് പ്രശ്നം ഉണ്ടാവുമല്ലോ, സ്ട്രോക്ക് ആണെന്ന് തോന്നുന്നു, പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോയി. പ്രിയമുള്ളവരെ, ഒരു സൈഡ് പാരലൈസ്ഡായി പോയി, സംസാരിക്കാനും മേലെ എഴുന്നേറ്റ് കിടക്കാനും മേലെ. ഭർത്താവ് ചോദിച്ചെടി അച്ചായന് മേലാതെ കിടക്കുമ്പോൾ നമ്മൾ മൂന്നാറിന് പോകണം. വേണ്ട അത് ശരിയാവുമല്ലോ. പോയില്ല. ഒരാഴ്ച കഴിഞ്ഞ് അപ്പനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ, അവളോർത്ത് എന്നായാലും കുറച്ച് ദിവസമേ ഇവിടെ ഉള്ളൂ, അപ്പോൾ അപ്പനെ ശരിക്കും അങ്ങ് നോക്കിയേക്കാമെന്ന് ഓർത്തു. അവൾ അങ്ങോട്ട് നോക്കാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ അമ്മ മകനോട് പറഞ്ഞു, എടാ അച്ചായൻ ഈ രോഗം വരുമെന്ന് അറിഞ്ഞുകൊണ്ട് ദൈവം നമ്മുടെ വീട്ടിലേക്ക് അയച്ച മാലാഖയാണ് നിൻ്റെ ഭാര്യ. ഉടനെ മകൻ ഭാര്യയോട് പറഞ്ഞെടി അമ്മ പറഞ്ഞു നമ്മുടെ വീട്ടിലേക്ക് അയച്ച മാലാഖയാണ് നീ, അതുകൊണ്ട് നീ കുവൈറ്റിലേക്ക് അയക്കപ്പെട്ട മാലാഖ അല്ലെന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കുവൈറ്റിന് പോകണ്ടെന്ന്. പ്രിയമുള്ളവരെ, കുവൈറ്റിൽ ഇനി 10-20 ലക്ഷം രൂപ കൊടുത്തെല്ലാം ശരിയാക്കിയതാണ്, അത് പോയി. അതോടൊപ്പം 3-4 ലക്ഷം രൂപ ശമ്പളം മേടിക്കേണ്ടത്, അതും പോയി. ഇവിടെ നിന്ന് അപ്പനെ നോക്കി എത്ര വർഷമാണെന്നറിയോ? 10 വർഷം. അപ്പോൾ അവൾക്ക് 24 വയസ്സിൽ കല്യാണം കഴിഞ്ഞാൽ 34 വയസ്സായി, 3 പിള്ളേരുമായി. 3 പിള്ളേരും ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ അപ്പം മരിച്ചുപോയി. മരിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് പറഞ്ഞു, 40 ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എടി നമുക്കെന്നാൽ ഹണിമൂണിന് പോയാലോ. അന്നേരം പറഞ്ഞു, അതെ നിങ്ങൾ ആ പശുവിനെയും എടുത്തോണ്ട് നിങ്ങളുടെ അമ്മയും കൂടെ പോകുന്നു, എനിക്കിവിടെ 3 പിള്ളേർ നിൽക്കുന്നു, അതോടൊപ്പം എനിക്ക് ഇവിടെ വേറെ പണിയുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ പോരാൻ എനിക്ക് നേരെയില്ല. അവൾ ഇങ്ങ് നിരാശരായി. പശുവുണ്ട്, ആടുണ്ട്, കോഴിയുണ്ട്, ഇതെല്ലാം കിടക്കുക ജീവിക്കാൻ വേണ്ടി. അവളുടെ സ്വപ്നങ്ങളുടെയും പ്രതീക്ഷകളുടെയും മേൽ കുറുകെ വരവന്ന് വീണു. ഇതിന് നമ്മളൊക്കെ വിളിക്കുന്ന പേരെന്താ? ശാപം. സത്യത്തിൽ എന്തായിരുന്നത്? കുരിശായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാകുന്ന കുരിശിനെ കുരിശായിട്ടാണോ കാണുന്നത്? അല്ല. ഈ കുരിശ് നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചാൽ ഇവളെങ്ങനെ ഈ കുരിശിലൂടെ എവിടെ ചെല്ലും? സ്വർഗത്തിൽ ചെല്ലുമ്പോ തമ്പുരാൻ ചോദിക്കുന്ന ചോദ്യം ഇതേ ഉള്ളൂ, മോളെ കുവൈറ്റ് വേണ്ടെന്ന് വെച്ച്, കുവൈറ്റിലെ പണം വേണ്ടെന്ന് വെച്ച് നീ നിൻ്റെ അപ്പനെ സ്നേഹത്തിൽ നോക്കിയില്ലേ? മലമൂത്ര വിസർജനമൊക്കെ എടുത്ത് കയ്യിലെടുത്ത് നീ നടന്നപ്പോൾ ആരെയാ നോക്കിയെന്നറിയാവോ? എന്നെയാ നോക്കിയത്. അന്നേ അറിയത്തുള്ളത്.
അന്നേ അറിയത്തുള്ളൂ. നമ്മളൊക്കെയോ നമ്മളൊരു ഹോം നേഴ്സിനെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ പ്രിയമുള്ളവർ, നിങ്ങളുടെ സ്വർഗരാജ്യം ഹോം നേഴ്സ് കൊണ്ടുപോകും. ഹോം നേഴ്സ് നരകത്തിൽ പോകേണ്ടതായിരുന്നു. നിങ്ങളുടെ അമ്മായിയമ്മ നോക്കിയെന്ന കാരണം കൊണ്ട് ഹോം നേഴ്സ് സ്വർഗത്തിലും പോകും, നിങ്ങളെവിടെയും പോകും, നരകത്തിലും പോകും. അതുകൊണ്ട് ഓർത്തോണം, സാധിക്കുമ്പോൾ മലമൂത്ര വിസർജനമൊക്കെ ഞങ്ങൾ നോക്കിക്കോണം, സ്വർഗത്തിൽ പോകും. കാരണം യേശുവിനെയാണ് നോക്കുന്നത്. അതുകൊണ്ട് കുരിശ് വരുന്ന മാർഗം ഓർത്തോണം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ പള്ളിയിൽ പ്രിയമുള്ളവരെ എൻ്റെ അച്ചായനെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു. അച്ചായനെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നിട്ട് പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങിയും അച്ചായൻ ഛർദ്ദിക്കാൻ പോയി. ഉടനെ പള്ളിമുറ്റത്ത് ഛർദ്ദിക്കുമെന്ന് കണ്ടപ്പോൾ പ്രിയമുള്ളവരെ, ആ മരുമകൾ ചെയ്ത കാര്യം ഇന്ന് എൻ്റെ കണ്ണ് നിറയിച്ചു പോയി. ഈ അടുത്ത കാലത്ത് ആ പെണ്ണ് ധ്യാനിക്കാൻ വന്നു. ഞാനന്നേരം ഓർത്ത് ഇതൊരു വിശുദ്ധ സ്ത്രീയാണ്. ആ സ്ത്രീ എന്തായെന്നറിയോ? ഓടി അങ്ങോട്ട് ചെന്നിട്ട് 2 കൈ നീട്ടിക്കൊടുത്ത്. അക്ഷരാർത്ഥത്തിൽ ഞാൻ പ്രിയമുള്ളവരെ അന്നേരം പള്ളിക്കകത്ത് കയറിപ്പോയി. എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. ഒത്തിരി സഹനങ്ങൾ ആ പെണ്ണിന് പിന്നീട് ഉണ്ടായിട്ടുണ്ട്. ഈ അടുത്ത കാലത്താണ് അവൾ പറഞ്ഞത്, ഒത്തിരി വർഷമയച്ചാൽ ധ്യാനം കൂടണം, തിരുമേനി ധ്യാനം കൂടണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷേ എനിക്ക് അവസരം കിട്ടിയത് ഇപ്പോഴാണ്. കാരണം ജീവിതത്തിലെ ഭാരങ്ങൾ മൂലം എനിക്ക് ധ്യാനം കൂടാൻ പറ്റിയില്ല. 10-15 വർഷം കഴിഞ്ഞ ധ്യാനം കൂടാൻ പറ്റിയില്ല. സത്യത്തിൽ ആ കാലം മുഴുവനും അവൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? ഒരഭിഷേകമുള്ള ധ്യാനത്തിന് വേണ്ടിയിട്ടുള്ള കുരിശ് വഹിക്കലായിരുന്നത്. കണ്ടോ? ഇതാ കുരിശ്. ഇത് വഹിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ, പരിത്യജിക്കാത്ത വ്യക്തിക്കാവില്ലിത്. ഒരു സ്വയം ശൂന്യനാകാത്ത ഒരു വ്യക്തിക്കും കുരിശ് ദഹിക്കുകയില്ല, കുരിശിറങ്ങുകയില്ല. ഇന്ന് ക്രിസ്ത്യാനി കുരിശ് മാറാൻ വേണ്ടി ധ്യാനം കൂടാൻ പോകുന്നവരാ. നമ്മുടെ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ എന്തോ ഒരാൾ വരുന്നു, അവരുടെ എല്ലാം ലിസ്റ്റ് എടുത്ത് പരിശോധിച്ച് മൊത്തത്തിൽ ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനാ വിഷയം അവരുടെ കുരിശ് മാറിക്കിട്ടണം. ഒരു ദിവസം ഇതാ യേശു വെള്ളത്തിൽ കൂടെ നടന്നു വരിക. പത്രോസ് അപ്പോസ്തലനെ നോക്കിയപ്പോൾ ഉണ്ട്, ശിഷ്യന്മാരും ഉണ്ട്, നമ്മളും ഉണ്ട്. പത്രോസ് അപ്പോസ്തലനോർത്ത്, ഞാനൊരു രോഗശാന്തി നടത്തിയാൽ ഉടനെ യോഹന്നാൻ അടക്കം എല്ലാവരും തലവേദന മാറ്റും. ഞാനൊരു തളർവാദ രോഗി എഴുന്നേൽപ്പിച്ച ഉടനെ അവരും എഴുന്നേൽപ്പിക്കും. നമ്മളൊക്കെ തമ്മിൽ തന്നെ ഒരു വ്യത്യാസവും ഇല്ല. ഇവർ ചെറുപ്പക്കാർ കയറി അങ്ങനെ ഈ സ്ഥാനം കവർന്നെങ്കിലും അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രത്യേകത എനിക്കുണ്ടാവണ്ടേ. കർത്താവിനോട് ചോദിച്ചു, കർത്താവേ ഞാൻ അങ്ങോട്ട് വരട്ടെ, വെള്ളത്തിൻ്റെ മീതെ നടന്ന്. കർത്താവ് പറഞ്ഞു പോര്. കർത്താവ് പറഞ്ഞാൽ പിന്നെ നടക്കാതിരിക്കുമോ? പത്രോസ് അപ്പോസ്തലൻ വെള്ളത്തിൻ്റെ മീതെ ഈസി ആയിട്ട് നടന്നു പോവുക. ഈസി ആയിട്ട് അങ്ങോട്ട് നടന്ന് ചെല്ലുമ്പോഴാണ് അപ്പോസ്തലനൊരു തോന്നൽ, ചേട്ടാ ഈ വെള്ളത്തെ നടന്നു എന്നുള്ള സത്യമാണ്, പക്ഷെ നടന്ന കാര്യം ഈ മറ്റ് 11 പേര് കണ്ടോ എന്നുള്ളത് അറിയാമോ? ഇത് കാണണ്ടേ മറ്റുള്ളവർ? നമ്മളിപ്പം മധ്യസ്ഥ പ്രാർത്ഥന നടത്തി ഇത് 10 പേര് കാണണ്ടേ? നമ്മളൊരു 100 രൂപ വള്ളിക്ക് കൊടുത്ത് ഇത് നാട്ടുകാരറിയണ്ടേ ഇത് എന്ന് പറഞ്ഞ പോലെ അപ്പോസ്തലനോട് അറിയുന്നുണ്ടോ എന്നറിയാൻ തിരിഞ്ഞു നോക്കിയതാണ്. അപ്പോഴാണ് നേരെ വെള്ളത്തിലോട്ട്. ഉടനെ യോഹന്നാൻ്റെ ഒക്കെ അവിടെ അപ്പോസ്തലന്മാരുടെയൊക്കെ ഒരു അന്നത്തെ സ്വഭാവം വെച്ച് അവരെല്ലാം കൂവി കാണും. അവസാനം കർത്താവ് വെള്ളത്തിൽ നിന്ന് പിടിച്ചു കയറ്റി നാണക്കേടായി. ഉടനെ കർത്താവ് പറഞ്ഞു, നമുക്ക് വള്ളത്തിലോട്ട് പോകാം. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു കാണും, വേണ്ട, ആ ചെറുപ്പക്കാർ പിള്ളേരെല്ലാം കൂടെ കളിയാക്കും. വള്ളത്തെ കയറി കഴിഞ്ഞപ്പോൾ മറ്റുള്ളവരൊക്കെ പറഞ്ഞു കാണും. എന്താ പറഞ്ഞ്? വല്ല കാര്യമുള്ളതാണ് ഈ പ്രായമുള്ളപ്പം, ഇതിനകത്തെങ്ങനെ കുത്തിയിരുന്നാൽ പോരായിരുന്നു, വെള്ളത്തിൽ പോയി വീണ് വെള്ളവും കുടിച്ചേച്ചേ. അങ്ങനെ അപ്പോസ്തലൻ ഇങ്ങനെ കൂടെ നടക്കും. ഒരു ദിവസം ചെവി പറഞ്ഞു, കർത്താവേ ഇവരെ ഒന്നും ശ്രദ്ധിക്കണ്ട, ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. നമ്മൾ ഇങ്ങനെ ആരും കേൾക്കാതെ ചെവി പറഞ്ഞതാണ്. ഉടനെ കർത്താവ് പറഞ്ഞു, പത്രോസേ നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയും. 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയും. പത്രോസ് അപ്പോസ്തലൻ ഒന്നും മിണ്ടാതെ എങ്ങിരുന്നു. കാരണം എന്താണ്? കർത്താവിൻ്റെ അടുക്കൽ ഒന്നും അങ്ങോട്ട് കേൾക്കുന്നില്ലല്ലോ. അപ്പോഴാണ് പ്രിയമുള്ളവനെ, പിറ്റേ ദിവസം യൂദാസ് പുള്ളി ചില്ലറയുടെ ആളാണ്. അതുകൊണ്ട് പുള്ളിക്കാരൻ എന്ത് ചെയ്തു? വല്ലപ്പോഴും ഒക്കെ രോഗശാന്തി അത്ഭുതങ്ങളും ഒക്കെ നടക്കുമ്പോഴത്തേന് സഞ്ചിക്കകത്ത് വല്ലതും വീഴും, അതിനകത്തുനിന്ന് വല്ല 10 രൂപയൊക്കെ എടുത്ത് വല്ല നാരങ്ങ വെള്ളമൊക്കെ കുടിക്കുക, അങ്ങനത്തെ പരിപാടിയുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അതിനകത്ത് ബൈബിൾ എഴുതിയിരുന്നു, അവരൊരു കള്ളനായിരുന്നു, പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നു, അവൻ അതിൽ നിന്ന് എടുത്തിരുന്നു, അങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പം യൂദാസ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചിരിച്ച പൈസയൊക്കെ എടുക്കാറുണ്ട്. കർത്താവിൻ്റെ അടുക്കൽ ആളുകൾ വരുമ്പോൾ, എന്നാ വിഷയം? അതെ, നെഞ്ചിനൊരു വേദനയുണ്ട്. എത്ര നാളായി തുടങ്ങിയിട്ട്? അത് ഒരു വർഷമായി. ചികിത്സ ഇപ്പം വല്ലതും ചെയ്യുന്നുണ്ടോ? അതങ്ങ് ജെറുസലേമിലൊരു വൈദ്യനുണ്ടെന്നാണ് കേട്ടത്. അവിടെ പോയി ചികിത്സിക്കണമെങ്കിൽ ഒരു 10-250 വെള്ളി നാണയങ്ങൾ കൊടുക്കേണ്ടി വരും.
ഇവിടെയാണെങ്കിൽ കർത്താവിൻ്റെ കയ്യിൽ നിന്നാണെങ്കിൽ എന്താണ്, ഇത് ഫ്രീ ആയിട്ട് പറ്റും. എന്നാൽ ഒരു 10 വെള്ളി നാണയം ഇങ്ങോട്ട് എടുക്കുക, പോക്കറ്റിലിട്. ആണ്ടാണ്ട് നിൽക്കുന്നത് കർത്താവ് പോയി പ്രാർത്ഥിച്ചോ. കർത്താവ് ചെന്നാൽ ഉടനെ എന്നാ നെഞ്ചിന് വേദന, സാരമില്ല, രോഗം മാറി. പക്ഷേ ഈ ആള് ഇങ്ങനത്തെ ചില പരിപാടി കാണിച്ചുകൊണ്ടിരുന്നു. ഇതാ യൂദാസ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം കുറച്ച് ആളുകൾ വന്നിച്ച് പറഞ്ഞു, നിങ്ങളുടെ ഗുരുവിനെ ഒന്ന് കാണാൻ പറ്റുമോ? എന്താ രോഗം? അല്ല, രോഗമൊന്നുമില്ല, വെറുതെ ഒന്ന് കാണാൻ, പരിചയപ്പെടാൻ വേണ്ടിയാ. ഓ, അത്രേ ഉള്ളല്ലേ? മേളിൽ കീഴ് നോക്കിയപ്പോൾ നല്ല സ്വർണ്ണമാലയൊക്കെ ഇട്ട് നല്ല ആളുകളാണ്. പറഞ്ഞ് ഒരു 30 വെള്ളിക്കാശ് കൊടുത്തോളാം. 30 വെള്ളിക്കാശ് എടുത്ത് പോക്കറ്റിലിട്ടിട്ട് യൂദാസ് കാണിച്ച് ദേണ്ട് നിൽക്കുന്നു. ഉടനെ ചോദിച്ചു, ആ പ്രായമുള്ള ആളാണ്? അല്ല, അത് പത്രോസാണ്, വലിയ വെളിയുള്ള ആളല്ല. പിന്നെ ഏതാ? ആ ചെറിയ പയ്യനാണോ? അല്ല, അത് യോഹന്നാൻ, അവനൊരു നട്ടില്ലാത്ത ആളല്ലേ. പിന്നെ ഏതാ? അതെ, ഞാനിപ്പോൾ പോയി ഒരു ചുംബനം കൊടുക്കും, ഇപ്പം കണ്ടോണം. യൂദാസ് പോയി ആഞ്ഞ് ചുംബിച്ചു. ആ ചുംബനത്തിൽ സ്നേഹമില്ലായിരുന്നു, അതിൽ കാപട്യമുണ്ടായിരുന്നു. ചുംബിച്ച് കഴിഞ്ഞപ്പോൾ കാട്ടിൽ നിന്ന് ആളുകൾ ഓടി ചാടി ഇങ്ങോട്ട് വന്ന് അവനെ പിടിച്ചു കെട്ടി. യൂദാസ് പോയി തൂങ്ങിച്ചത്ത്, അത് വേറെ കാര്യം. പ്രിയമുള്ളവരെ, അപ്പോസ്തലന്മാരെല്ലാം ഓടിപ്പോയി, പത്രോസ് അപ്പോസ്തലൻ മാത്രം പോയില്ല. എന്തുകൊണ്ടാണ് പോകാഞ്ഞെന്ന് നിങ്ങൾക്കറിയാവോ? എന്തുകൊണ്ടാണ് പോകാഞ്ഞെന്നറിയാവോ? പത്രോസെ, നീ പാറയാകുന്നു, നിന്നെ ഞാൻ സഭയെ ഏൽപ്പിക്കും. ഈ പോകുന്ന വഴിക്ക് വല്ലാണ് സഭയെ ഏൽപ്പിക്കുന്നെങ്കിൽ ഓടിപ്പോയ കുഴഞ്ഞില്ലേ? അതുകൊണ്ട് പത്രോസ് യേശുവിനെ അനുഗമിച്ചപ്പം പ്രത്യേകം ശ്രദ്ധിച്ചു, നമ്മളെപ്പോലെ തന്നെ ഒരകലം വിട്ടു പോകാൻ. നമ്മളൊക്കെ അങ്ങനെയാണ് ക്രിസ്ത്യാനികൾ. യേശുവിൻ്റെ അടുക്കിലേക്ക് അധികം അടുക്കുകയല്ല. ആണ്ടിലെ ഒരു കൺവെൻഷൻ, വർഷത്തിലൊരു ധ്യാനം, രാവിലെ ഒരു കുർബാന, അത് നമ്മൾ പ്രത്യേകം ചെയ്യും. പക്ഷേ ഒരകലം വിട്ട് നിൽക്കും, ഒത്തിരി അകലം വിട്ട്. അധികം അങ്ങോട്ട് അടുക്കാൻ പോയാൽ ഒത്തിരി സഹനങ്ങൾ ചിലപ്പം വരാം, കുരിശ് വരാം, കഷ്ടപ്പാടുകൾ വരാം, പ്രയാസങ്ങൾ വരാം. അതുകൊണ്ട് ക്രിസ്ത്യാനികൾ ഒരു അകലം വിട്ടാണ് യേശുവിനെ അനുഗമിക്കുന്നത്. അങ്ങനെ പോകുമ്പോഴാണ് ഒരാൾ പത്രോസ് അപ്പോസ്തലനോട് ഒരു ചോദ്യം, പരിത്യാഗം എന്താണെന്ന് പഠിപ്പിക്കുന്നത് കേട്ടോ. ഒരു ചോദ്യം, നീയല്ലേ ആ യേശുവിനോട് കൂടി ഉണ്ടായിരുന്നത്? ഞാൻ അവനെ അറിയത്തേയില്ല, ഞാൻ അവനെ അറിയത്തില്ല. എന്തുകൊണ്ടാണ് പത്രോസ് ഇങ്ങനെ പറഞ്ഞത്? ഇടി കിട്ടുമെന്ന് 100% ഉറപ്പായപ്പോൾ പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ അവനെ അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ പത്രോസ് അപ്പോസ്തലൻ സ്നേഹിക്കുന്നത് സ്വന്തം ശരീരത്തെയാണോ യേശുവിനെയാണോ? ആരെയാ? സ്വന്തം ശരീരത്തെയാണ്. രണ്ടാമത്തെ തള്ളിപ്പറച്ചിൽ, യേശു ക്രിസ്തു കള്ളൻ, വേണ്ടേ കള്ളൻ, പള്ളി പൊളിക്കുമെന്ന് പറഞ്ഞവൻ, ദൈവം ഒന്ന് സ്വയം വിശേഷിപ്പിച്ചവൻ, ഉടുതുണിയില്ലാതെ തല്ലിച്ചതച്ച് കൊണ്ടുപോവാണ് ദൈവത്തെ. പത്രോസ് അപ്പോസ്തലൻ അറിയാം, ഇവൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാ. പക്ഷെ ഇടി കിട്ടിക്കൊണ്ടിരിക്കുക, മാനസികമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക. പത്രോസ് അപ്പോസ്തലനോട്, ദൈവമേ, നാളെ എന്നെ യുവന്മാർ ഇതുപോലെ ഇട്ടുകൊണ്ട് മാനസികമായിട്ട് വിഷമിപ്പിച്ച് കഴിഞ്ഞാൽ അത് താങ്ങാൻ എനിക്ക് പറ്റുമോ? കള്ളാന്നൊക്കെ മുഖത്ത് നോക്കി വിളിച്ച എൻ്റെ ദൈവമേ. അതുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞ്, ഞാൻ അവനെ അറിയത്തില്ല. പത്രോസ് യേശുവിനെ അനുഗമിച്ചു. എന്തിനാ അനുഗമിച്ചത്? മനസുഖത്തിന് വേണ്ടിയാണോ? യേശുവിനെ സ്നേഹിച്ചതുകൊണ്ടാണോ? എന്തിനാ? മനസ്സിൻ്റെ സുഖവും സന്തോഷവും പോകുമെന്ന് കണ്ടപ്പോൾ യേശുവിനെ അറിയത്തേയില്ല. നിങ്ങൾ ചിന്തിച്ചേ, നമ്മളൊക്കെ ധ്യാനം കൂടാൻ വരുന്നത് മനസുഖത്തിന് വേണ്ടിയാണോ? യേശുവിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ ഈ കൺവെൻഷൻ അവസാനിക്കുമ്പോൾ, ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കൺവെൻഷൻ അവസാനിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഞാൻ ഈ കൺവെൻഷൻ കൂടിയത് കുറേ ഒരു മനസ്സിന് സന്തോഷം, ഒരു സമാധാനം, ഇത് കിട്ടാൻ വേണ്ടിയാണോ? എൻ്റെ യേശുവിനെ ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ കൺവെൻഷൻ വന്നത്. നമ്മളെ ചിന്തിച്ച് നോക്കിയേ. ധ്യാനം കൂടാൻ പോകുന്നവരെല്ലാം മനസമാധാനത്തിനും സുഖത്തിനും വേണ്ടി മാത്രം ധ്യാനം കൂടാൻ പോകുന്നവർ. സാക്ഷ്യം പറയുമ്പം പ്രത്യേകം പറയും, മനസ്സിനൊരു പ്രത്യേക സമാധാനം കിട്ടി, അതുപോലെ കോരിത്തരിക്കുന്നത് പോലെ ഒരു അനുഭവം കിട്ടി, യേശു എൻ്റെ കൺമുമ്പിൽ നിൽക്കുന്നത് കണ്ടു. ഇതൊക്കെ നമ്മൾ പറയാറുണ്ട്, അല്ലേ? നല്ലതാണ്. പക്ഷേ പത്രോസ് മനസുഖം പോകുമെന്ന് കണ്ടപ്പോൾ യേശുവിനെ വേണ്ടെന്ന് വെച്ച് പത്രോസ് സ്നേഹിച്ചത് സ്വന്തം മനസ്സിനെയാണോ യേശുവിനെയാണോ? സ്വന്തം മനസ്സിനെ.
കൊല്ലുമെന്ന കാര്യം 100% ഉറപ്പായി. പത്രോസ് പറഞ്ഞു, ഞാനവനെ അറിയത്തില്ല. പത്രോസ് അപ്പോസ്തലൻ സ്നേഹിച്ചത് യേശുവിൻ്റെ സ്വന്തം ആത്മാവിനെയാണോ യേശുവിനെയാണോ? സ്വന്തം ആത്മാവിനെ. ഒരു മനുഷ്യനാകപ്പാടെ 3 സാധനമേ ഉള്ളൂ. ഒന്ന് ശരീരം, മനസ്സ്, ആത്മാവ്. യേശുവിൻ്റെ അപ്പോസ്തലനാണ് പത്രോസ് അപ്പോസ്തലൻ. യേശുവിൻ്റെ ശിഷ്യനാണ് പത്രോസ് അപ്പോസ്തലൻ. പക്ഷേ പത്രോസ് അപ്പോസ്തലൻ സ്നേഹിക്കുന്നുണ്ടോ യേശുവിനെ? ഇല്ല. കാരണം പത്രോസ് തൻ്റെ ശരീരത്തെയും തൻ്റെ മനസ്സിനെയും തൻ്റെ ആത്മാവിനെയും തന്നെയാണ് സ്നേഹിക്കുന്നത്. ഇതിന് പറയുന്ന പേരെന്താ? ഞാൻ എന്നെ സ്നേഹിക്കുന്നു, എന്നെ മാത്രം സ്നേഹിക്കുന്നു, അതിനുവേണ്ടി മറ്റൊരുത്തനെ ഞാൻ വേണ്ടെന്ന് വെക്കുന്നു. ഇതിന് പറയുന്ന പേരെന്താ? സ്വാർത്ഥത. നമ്മൾ ഇതിനിപ്പോൾ വിളിക്കുന്ന പേരെന്താ? ആത്മീയത. മനസ്സിലായോ? നമ്മളിപ്പോൾ വിളിക്കുന്ന പേര് ആത്മീയത, സ്വാർത്ഥതയത്. പ്രിയമുള്ളവരെ, പത്രോസ് അപ്പോസ്തലൻ തിരിച്ചറിഞ്ഞു, ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നില്ല. യേശു തിരിഞ്ഞ് പത്രോസിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. പിന്നീട് ഉയർത്തെഴുന്നേറ്റപ്പോൾ ചോദിച്ചു, പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ചങ്ക് പൊട്ടിപ്പോയി കാണും. ചങ്ക് പൊട്ടിപ്പോയി കാണും. പത്രോസ് വാവിട്ടങ്ങോട്ട് കരഞ്ഞ്. ആ മനുഷ്യൻ്റെ ആ നന്മയാണ് പ്രിയമുള്ളവരെ ഈ ബലഹീനനെ ഇതാ സഭയ്ക്ക് മുകളിൽ ദൈവം ഉയർത്തിപ്പിടിച്ചു നിർത്തിയത്. ആ നന്മയാ, മനസ്സിൻ്റെ നന്മയാ. തിരിച്ചറിഞ്ഞപ്പോൾ ചങ്ക് പൊട്ടി കരഞ്ഞ്. പത്രോസ് അപ്പോസ്തലനെ കുറിച്ചൊരു പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയോ? അദ്ദേഹത്തിൻ്റെ ഈ കണ്ണിൻ്റെ ഇവിടെ 2 ചാലുണ്ടായിരുന്നു എന്നാ പറയും. എന്താണെന്നറിയോ? ഗുരുവിനെ തള്ളിപ്പറഞ്ഞതിനെ ഓർത്ത് എന്നും പത്രോസ് അപ്പോസ്തലൻ കരയുമായിരുന്നു. അങ്ങനെ കരഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഇവിടെ 2 ചാലുകൾ ഉണ്ടായിരുന്നൊരു പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വായിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ വായിച്ചതാണ്. കണ്ടോ? അപ്പോൾ പത്രോസ് അപ്പോസ്തലൻ ശരീരത്തെയും സ്നേഹിച്ചു, മനസ്സിനെയും സ്നേഹിച്ചു, ആത്മാവിനെയും സ്നേഹിച്ചു. പത്രോസിന് യേശു ആരായി തീർന്നു? അന്യനായി തീർന്നു. ഇനി വേറൊരാളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. പ്രിയമുള്ളവരെ, മക്കളില്ലാതിരിക്കെ യൂയാക്കീമിനും ഹന്നായിക്കുമുണ്ടായ അല്ലേ ഒരു കുഞ്ഞ് മകള്. മക്കളില്ലാതിരിക്കെ ആമക്കളുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച പെണ്ണായി ഉണ്ടായത് മറിയം. അവൾ ദേവാലയത്തിൽ താമസിക്കുക, അപ്പോക്കത്ത് ദേവാലയത്തിൽ ജീവിക്കുക. അപ്പോഴാണ് പ്രിയമുള്ള ഒരാളുകൾ അവളെക്കുറിച്ച് പറയുന്നത്, മറിയത്തിൻ്റെ മുഖത്തോട് നോക്കി, എന്തോ ഒരു തെളിച്ച, എന്നാ തേജസ്സ, എന്നാ വിശുദ്ധിയായൊരു പെണ്ണ, നല്ല കൊച്ച്. ഇങ്ങനൊരു പേരുണ്ടെങ്കിൽ ആ പേര് കളയാൻ ആരെങ്കിലും ആഗ്രഹിക്കുമോ? നമ്മളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. നമ്മുടെയൊക്കെ പേര് കളയാതിരിക്കാൻ ഒത്തിരി ശ്രദ്ധിക്കും നമ്മൾ, അല്ലേ? പേര് പോകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കും. കന്യകമറിയാമിൻ്റെ മുമ്പിൽ വന്ന് മാലാക പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. ഒരു കന്യക ഗർഭിണിയായാൽ കല്ലെറിഞ്ഞു കൊല്ലുമെന്ന് നിയമം ഇരിക്കുന്ന സമൂഹത്തിൽ സ്വർഗം തീരുമാനിച്ചിരിക്കുകയാണ്, നീ ഗർഭിണിയാകണം. മാതാവ് എന്താ പറഞ്ഞത്? ഇതാ ദാസി, നിന്റെ ഇഷ്ടം പോലെ എന്നിൽ നടക്കട്ടെ. കന്യകമറിയാം സ്നേഹിച്ചത് സ്വന്തം ശരീരത്തെയാണോ ദൈവത്തിൻ്റെ വചനത്തെയാണോ? ദൈവത്തിൻ്റെ വചനത്തെ. ഒരു വ്യഭിചാരി വേശ്യയെന്ന് മുഖത്ത് നോക്കി വിളിച്ച് ഏതെങ്കിലും ഒരു സ്ത്രീ ഇഷ്ടപ്പെടുന്ന കാര്യമാണോ? നിങ്ങളുടെ മുഖത്ത് നോക്കി വ്യഭിചാരിയെന്നോ വേശ്യയെന്നോ പാപിനിയെന്നോ സ്വഭാവം മോശമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും സ്ത്രീ ഇഷ്ടപ്പെടുമോ? അത് എത്ര ധ്യാനം കൂടിയ ആളാണെങ്കിലും ധ്യാനം കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലുകയാണെങ്കിലും ഇങ്ങനെ വല്ലതും പറഞ്ഞാൽ എന്ത് ചെയ്യും? അത് അടുത്ത ധ്യാനം ഇനിയും കൂടിക്കോളാന്ന് പറഞ്ഞ് നമ്മൾ 4 വർത്താനം പറയും. മാതാവ് പറഞ്ഞ്, ഇതാ ദാസി, എനിക്കെൻ്റെ മനസ്സിൻ്റെ സന്തോഷവും സുഖമൊന്നുമല്ല പ്രധാനം, എനിക്കതൊന്നും വേണ്ട. ഈ ജീവിതകാലം മുഴുവനും സന്തോഷവും സുഖവും ഇല്ലാതെ ജീവിച്ചാലും വേണ്ടില്ല. എൻ്റെ ദൈവത്തിൻ്റെ വചനം അതുമൂലം ഈ ഭൂമിയിൽ ദൈവം ആദരിക്കപ്പെടുമെങ്കിൽ, ദൈവത്തിൻ്റെ ഹിതം നിറവേറുമെങ്കിൽ, ഇതാ ദാസി, നിന്റെ ഇഷ്ടം പോലെ അങ്ങോട്ട് നടക്കട്ടെ.
കന്യകമറിയാൻ സ്നേഹിച്ചത് സ്വന്തം മനസ്സിൻ്റെ സന്തോഷത്തെയും സുഖത്തെയാണോ, യേശുവിനെയാണോ? ദൈവവചനത്തെയാണ്. വചനത്തെ സ്നേഹിച്ചു. കൊല്ലുമെന്ന കാര്യം 100% ഉറപ്പ്. തെരുവിലേക്ക് വലിച്ചിറങ്ങി കല്ലെറിഞ്ഞു കൊല്ലും. മാതാവ് സ്നേഹിച്ചത് സ്വന്തം ആത്മാവിനെയാണോ, ദൈവത്തിൻ്റെ വാക്കിനെയാണോ? ദൈവത്തിൻ്റെ വാക്ക്. അതുകൊണ്ട് കന്യകമറിയാമിൽ ദൈവം ഇറങ്ങി വന്ന് കന്യകമറിയാമിൻ്റെ സ്വന്തമായി തീർന്ന് ക്രിസ്തു. കണ്ടോ? അതുകൊണ്ട് നമ്മൾ ഒരു കന്യകമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച്, അതിന് കാരണം അവൾ ഒരു ശൂന്യമായ പാത്രമായി തീർന്നു. ഇതിന് പറയുന്ന പേരാണ് പരിത്യാഗം. കണ്ടോ? ഇതുകൊണ്ടാണ് ഈ കന്യകമറിയാമിനെ സഭ ഇത്രയങ്ങോട്ട് സ്നേഹിക്കാൻ, സ്വർഗം ഇത്രയങ്ങോട്ട് സ്നേഹിക്കാൻ, സ്വർഗത്തിൻ്റെ ഒരു പ്രത്യേക മധ്യസ്ഥയായി ഭൂമിയിൽ തീർത്ഥാടനം നടത്താൻ അമ്മയെ ദൈവം അനുവദിച്ചത് അത്രയും വിശ്വസ്തയായതുകൊണ്ടാണ്. ദൈവം അങ്ങനെ വിശ്വസ്തയെ അംഗീകരിച്ചാൽ നമുക്ക് ആർക്കും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. കന്യകമറിയാമിനെ മനസ്സിലാക്കപ്പെടാതെ പോയ പല മനുഷ്യരും കന്യകമറിയാമിനെയൊക്കെ അവഹേളിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയെല്ലാം അവഹേളിക്കുമ്പോഴും ഞാൻ പറയും, ഇതെൻ്റെ അമ്മയാണ്. ഞാൻ എല്ലാ സ്ഥലങ്ങളിലും എൻ്റെ കൂടെ കൊണ്ടുപോകുന്ന ഒരമ്മയാണ്. ഞാൻ ഇത്രയും സ്നേഹിക്കാൻ കാരണം ഇതുപോലെ ഒരു ത്യാഗം അമ്മ എടുത്തിട്ടുണ്ട്. ഇനി അതുകൊണ്ട് അവസാനിച്ചോ? പ്രിയമുള്ളൊരു വാക്കേ തീർന്നില്ല. അന്നു മുതൽ ആരംഭിച്ച സഹനങ്ങൾ ഭർത്താവിനാൽ സംശയിക്കപ്പെടുന്നു, പ്രസവിക്കാൻ ഇടമില്ല, സത്രങ്ങളിൽ നിന്ന് പുറന്തള്ളപ്പെട്ട് അവസാനം പ്രിയമുള്ളവരെ 12 വയസ്സുള്ള മോൻ പള്ളിയിൽ ചെന്നിട്ട് കാണാതെ വന്നപ്പോൾ തിരികെ ചെന്നപ്പോൾ മോൻ അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഇരിക്കേണ്ടതല്ലേ, നിങ്ങൾ എന്തിനാ എന്നെ അന്വേഷിച്ചത്? നമ്മളാണെങ്കിലോ ക്രിക്കറ്റ് ഒരു കുത്തുവെച്ച് തരും കേട്ടോ, നമ്മൾ പറഞ്ഞില്ല. അവളാകട്ടെ അവൻ്റെ വാക്കുകൾ 12 വയസ്സുകാരൻ്റെ വാക്ക് ഹൃദയത്തിൽ ശ്രദ്ധിച്ച്, ഇവൻ ആരായിത്തീരും, ഇവൻ എന്തൊക്കെ സംഭവിക്കും, ഇവൻ നമ്മുടേതല്ല, ഇവൻ സ്വർഗത്തിൻ്റെതാണ്, നമ്മുടെ സ്വന്തമല്ലിത്, ഇത് ആർക്കൊക്കെയോ വേണ്ടി പങ്കുവെക്കാൻ വേണ്ടി പിതാവ് അയച്ചതാണെന്ന് തിരിച്ചറിയാനും മാത്രമുള്ള വലിപ്പം ഉണ്ടായത് പ്രിയമുള്ളവരെ സ്വാർത്ഥതയില്ലാത്ത ആത്മീയത. അതാണ് അമ്മ. അമ്മയെന്ന് കണ്ടുപിടിക്കേണ്ടതാണ് ആത്മീയത. ഇനി അതുകൊണ്ട് തീർന്നില്ലല്ലോ. അങ്ങനെ അവസാനം പ്രിയമുള്ളവരെ കാൽവറി ക്രൂശിൽ തൻ്റെ ജീവിതം മുഴുവനും കൊടുത്തു മേടിച്ച, തൻ്റെ ശരീരവും മനസ്സും ആത്മാവും ഒരു ബലിയായിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ വിട്ടുകഴിഞ്ഞപ്പോൾ ദൈവം കയ്യിൽ കൊടുത്ത കുഞ്ഞ്, ആ കുഞ്ഞിനെ പ്രിയമുള്ളവരെ ശിഷ്യന്മാർ കൂടെ നിൽക്കുന്നവരൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയി. കാൽവറി ക്രൂശിൽ ആ ശരീരം തല്ലി തകർക്കപ്പെടുന്നത് കണ്ടു നിൽക്കേണ്ടി വന്ന വേദനിക്കുന്ന അമ്മ, അതാണ് പരിശുദ്ധ അമ്മ. ഇതിന് പറയുന്ന പേരാണ് പരിത്യാഗം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സഹനങ്ങളും വേദനകളും വരുമ്പോൾ നമ്മൾ ചേർത്ത് പിടിക്കേണ്ട ഒരു വ്യക്തിയാണ് അമ്മ. സഹനങ്ങളും വേദനകളും വരുമ്പോൾ ചേർത്ത് പിടിക്കേണ്ട വ്യക്തിയാണ് അമ്മ. മകൻ്റെ ജീവൻ പിതാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചപ്പോൾ ഒരു ജീവിതായുഷ്കാലം മുഴുവനും ദൈവത്തിന് വേണ്ടി ബലിയാക്കപ്പെട്ട് തീർന്നുപോയ ഒരു ജീവിതം അവൾ ഒറ്റയ്ക്ക് താഴേക്ക് ഇറങ്ങാൻ പോയി. കർത്താവ് പറഞ്ഞു, പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് ഒന്നുമില്ല. ഒരു തച്ചന് സ്വന്തമായിട്ട് വീടുണ്ടാക്കാനായില്ല പ്രിയമുള്ളവർ. ഒരു തച്ചനായി ജനിച്ചവന് സ്വന്തം വീടുണ്ടാക്കാൻ പറ്റിയില്ല. അമ്മയ്ക്കൊരു വീട്. എത്ര അത്ഭുതം പ്രവർത്തിച്ച്, എത്ര അടയാളം പ്രവർത്തിച്ച്, എത്ര പേർക്ക് രോഗശാന്തി കൊടുത്തു, എത്ര പേരുടെ കടബാധ്യത മാറി, എത്ര പേർക്ക് വീട് കിട്ടി. ധ്യാനങ്ങളിലൂടെയും കൺവെൻഷനുകളിലൂടെയും അമ്മയ്ക്കൊരു വീടുണ്ടായില്ല. യേശു യോഹന്നാനെ നോക്കി പറഞ്ഞു, യോഹന്നാനെ, ക്രൂശിൻ്റെ ചുവട്ടിൽ ഒരുവൻ മാത്രമേ ഉണ്ട്, സ്നേഹിച്ചവൻ, നെഞ്ചിൽ ചാഞ്ഞു കിടന്നവൻ. അതുകൊണ്ട് അവന് മനസ്സിലാകുമായിരുന്നു ആ വാക്ക്. പറഞ്ഞു, യോഹന്നാനെ, എനിക്ക് അവസാനമായിട്ടൊന്ന് പറയാനുണ്ട്. എൻ്റെ അമ്മയെ നീ നിൻ്റെ സ്വന്തം അമ്മയായിട്ട് സ്വീകരിക്കണം. നിൻ്റെ വീട്ടിൽ നീ ഒരിടം കൊടുക്കണം. കാരണം എനിക്ക് വേണ്ടി ശൂന്യമാക്കപ്പെട്ട, എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട ഒരു ജീവിതമായത്. അതുകൊണ്ട് ലോകത്തിന് മുഴുവനും വേണ്ടി തകർക്കപ്പെട്ട ഒരു ജീവിതം, ഒന്നുമല്ലാതായി തീർന്നൊരു ജീവിതമായത് നീ കൊണ്ടുപോയി അമ്മയായി സൂക്ഷിക്കണം.
അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ പരിശുദ്ധ സഭ 2 കൈയും നീട്ടി സ്വർഗത്തിൽ നിന്ന് കൈ നീട്ടി മേടിച്ചതാണ് പരിശുദ്ധ അമ്മയെ. അതുകൊണ്ട് ഏതെല്ലാം ദൈവശാസ്ത്രങ്ങൾ മാറി മറിഞ്ഞ് വന്നാലും ഉപേക്ഷിക്കാൻ പറ്റാത്ത സഭ എന്നും ചേർത്ത് പിടിക്കാൻ കാരണതാണ്. എന്നിട്ടോ അവസാനിച്ചില്ലല്ലോ. കുരിശൻ്റെ ചുവട്ടിൽ നിന്ന് ജീവിതത്തിൽ ഒരു ശൂന്യയായി തീർന്നവൾ അതിനേക്കാൾ ബിഗ് സീറോയായി മാറി കാൽവറി ക്രൂശിൽ. ക്രിസ്തുവിൻ്റെ മരണത്തോടു കൂടി പ്രിയമുള്ള ഉയർത്തെഴുന്നേക്കുന്നത് വരെ അവളുടെ അവസ്ഥ എന്താ? ഒരു ജീവിതം തീർന്നുപോയി, ഒന്നും നേടാതെ. ഉയർത്തെഴുന്നേറ്റിട്ട് അമ്മയുടെ അടുത്ത് പ്രത്യക്ഷപ്പെട്ട കാര്യമൊന്നും അവിടെ പറയുന്നില്ല. പ്രത്യക്ഷപ്പെട്ട് കാണും. യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ഭീരുക്കളായ അപ്പോസ്തലന്മാരെ കൂട്ടിയിരുത്തിക്കൊണ്ട് അമ്മയൊന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച്, ഈ അപ്പോസ്തലന്മാരെ എൻ്റെ മകനെ പോലെ ആക്കി തീർക്കണം. പിതാവ് സ്വർഗം തുറന്നു. ഇതാ പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് അഗ്നിനാളങ്ങൾ പോലെ പാഞ്ഞിറങ്ങി വന്നു. ആ അപ്പോസ്തലന്മാര് ദൈവപുത്രന്മാരെ പോലെ ആയി തീർന്നു. പത്രോസ് തലകീഴായി ക്രൂശിക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, ഇന്നലകളിൽ ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ്, ഭീരുവായ പത്രോസ്, ഇന്നിതാ വിളിച്ചു പറഞ്ഞ്, നിങ്ങൾ തൂക്കിക്കൊന്ന യേശുവില്ലേ, നിങ്ങൾ കൊന്ന യേശുവില്ലേ, ഞങ്ങളുടെ ദൈവ, നിങ്ങൾ കൊന്ന യേശു ഞങ്ങളുടെ ദൈവ. ഇത് പറയാനുള്ള ആർജവമുണ്ടായ പത്രോസ് അപ്പോസ്തലൻ അവസാനം പ്രിയമുള്ളവരെ പ്രാർത്ഥിച്ച്, കർത്താവേ, എന്നെ ക്രൂശിക്കുന്നെങ്കിൽ നിന്റെ തൃപ്പാദം ചുംബിച്ച് കഴുകി എൻ്റെ രക്തം കൊണ്ട് നിന്റെ പാദം കഴുകി മരിക്കാൻ എനിക്കിടയായിത്തീരണം. അങ്ങനെ മരിച്ച ആളാണ് പത്രോസ് അപ്പോസ്തലൻ. ആ ആർജവം കിട്ടിയത് പ്രിയമുള്ളവർ ഒരു ജീവിത ബലിയർപ്പണത്തിലൂടെയാണ്. അതുകൊണ്ട് നമുക്ക് പ്രിയമുള്ളവരെ ഈ പരിത്യാഗം തിരിച്ചറിയണം.